ഗൾഫിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഈന്തപ്പഴം ഉണ്ടാകുമെന്ന് തെളിയിച്ചതിന്റെ സന്തോഷത്തിലാണ് പോർക്കുളം മണലി ജിക്സനും കുടുംബവും. ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ജിക്സൺ 3 വർഷം മുൻപാണ് 6 വലിയ ഈന്തപ്പന തൈകൾ വീട്ടിൽ നട്ടത്. കൗതുകത്തിനായി നട്ട ഈന്തപ്പനകളാണ് ഇപ്പോൾ കുലച്ചത്. ഈന്തപ്പനയിലെ ഒന്നിൽ 15 കുലയോളം ഈന്തപ്പഴമുണ്ടായിട്ടുണ്ട്. പാവറട്ടി ഗ്രോ പ്ലാന്റേഷനിൽ നിന്നാണ് ഈന്തപ്പന തൈകൾ വാങ്ങിയത്. നമ്മുടെ വീടിന്റെ സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് ഇപ്പോൾ ഈ കൊല്ലം ഇത്രയധികം വിളവെടുപ്പതുമുണ്ടായി. ഒരു 3 വർഷം കഴിഞ്ഞു. ചന്ദ്രേട്ടനാണ് ഇത് മുഴുവൻ നോക്കുന്നത്. ഇതിൽ വളം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ആദ്യമായിട്ടുണ്ടായപ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇപ്പോൾ ചെയ്തതെന്ന് മാത്രം. നാടൻ വളവും പേരിന് രാസവളവും ഇടാറുണ്ടെന്ന് ഇതിന്റെ പരിപാലന ചുമതലയുള്ള ചന്ദ്രൻ പറയുന്നു. ആട്ടുകാട്ടം, പിന്നെ ചാണകപ്പൊടി, ലേശം ഇംഗ്ലീഷ് വളവും. വീട്ടിൽ തന്നെ പോഷക ഗുണമുള്ള ഈന്തപ്പഴം വിളയിച്ചെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് വീട്ടുകാർ. നമ്മൾ പുറത്തുനിന്ന് മേടിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാവണേ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണ അതേ മധുരത്തിൽ തന്നെയാണ് ഈന്തപ്പഴം ഉണ്ടായിരിക്കുന്നത്. സന്തോഷത്തിനോട് കൂടിയിട്ട് ഒരു അതിശയം കൂടിയിട്ടാണ് ഈ പാടശേഖരത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു സൗധം, അതിനോടനുബന്ധിച്ച് ഈന്തപ്പന കൊലച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. അതിന് വലിയൊരു സന്തോഷമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. പരമ്പരാഗതമായി മരുഭൂമി കാലാവസ്ഥയിൽ വളരുന്ന സസ്യമായിട്ടും വിളവുണ്ടായത് ഇത്തവണത്തെ കനത്ത ചൂട് കാരണമാണെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ ഉയർന്ന ഈർപ്പവും നീണ്ട മഴക്കാലവും കാരണം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ വിളവ് ലഭിക്കുക ബുദ്ധിമുട്ടെങ്കിലും അലങ്കാരത്തിനും ചെറിയ തോതിലുള്ള ഫലോൽപാദനത്തിനും വിജയകരമായി ഇവയെ വളർത്തിയാൽ എപ്പോഴും നിരാശപ്പെടേണ്ടി വരില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പോർക്കുളത്തെ ഈ കാഴ്ചകൾ. TCV ന്യൂസ്, കുന്നംകുളം.